എതിർപ്പ് വന്നപ്പോ നമ്മൾ അതിൽ നിന്ന് പിന്മാറി. ആ പിന്മാറിയ PM ശ്രീയിൽ അതുമായി മുന്നോട്ടു പോകാൻ UDF-ന്റെ സർക്കാർ തീരുമാനിച്ചു. അവർ പറഞ്ഞു 2000 കോടി രൂപ. 2000 കോടിയല്ല, 2 ലക്ഷം കോടിയാണെങ്കിലും PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിടരുത് എന്നല്ലേ LDF ഭരിച്ചിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ അതിന് മാറ്റമുണ്ടായത്? ആ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ചു, മതം പറഞ്ഞ് ഭിന്നിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ RSSകാരെ പോലെ തന്നെയാണ്, BJPക്കാരെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തി. മുസ്ലിം ലീഗ് എല്ലാ ഘട്ടങ്ങളിലും 2 കുപ്പായം ഒരുമിച്ച് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ലീഗ് ഓഫീസിൽ സൂക്ഷിക്കുന്നവരാണ്. ഭരണപക്ഷത്ത് വരുമ്പോ മതേതരത്വത്തിന്റെ കുപ്പായം എടുത്തണിയും, പ്രതിപക്ഷത്ത് വരുമ്പോ അവര് വർഗീയതയുടെ കുപ്പായവും എടുത്തണിയും. പ്രതിപക്ഷത്താകുമ്പോ തനി വർഗീയമായിട്ടേ അവർ സംസാരിക്കും. ഭരണപക്ഷത്തായാൽ അവരെന്താകും? ഉഷാറായിട്ട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളിലും ലീഗ് അങ്ങനെ തന്നെയാണ്. പ്രവാസികളുടെ കാര്യത്തിൽ എന്താണ് ലീഗിന്റെ നിലപാട്? ലീഗ് എന്ത് സഹായമാണ് പ്രവാസികൾക്ക് നൽകിയിട്ടുള്ളത്? സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട സംഘടന ഏതാണ്? പല വകുപ്പുകളും ലീഗ് ചോദിച്ചു വാങ്ങിയില്ലേ? ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം. എടോ, എന്താണ് ഇന്ന് വരെ മുസ്ലിം ലീഗ് നോർക്ക വകുപ്പ് ഞങ്ങൾക്ക് വേണം എന്ന് പറയാത്തത്? എന്താണത് വാങ്ങാത്തത്? ഇതാ നിങ്ങൾ തന്നിട്ടുള്ള വകുപ്പിൽ ഒരു വകുപ്പ് ഞങ്ങൾക്ക് വേണ്ട, ആ വകുപ്പ് നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾക്ക് നോർക്ക വകുപ്പ് വേണം. കാരണം ഞങ്ങളിൽ വലിയ ഒരു ശതമാനം ആളുകൾ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ, അവരൊക്കെ പ്രവാസികളാണ്, കഷ്ടപ്പെടുകയാണ് വിദേശ രാജ്യങ്ങളിൽ. അവർക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. അതുകൊണ്ട് ആ വകുപ്പ് ഞങ്ങൾക്കൊന്ന് വേണമെന്ന് പറയാൻ എന്തേ മുസ്ലിം ലീഗിന് ഇക്കാലം അത്രയുമായിട്ട് സാധിക്കാതെ പോയത്? വ്യവസായം വേണം, PWD വേണം, കൈയിട്ട് വാരാൻ പറ്റുന്നത് മുഴുവൻ വേണം. എന്നാൽ നോർക്ക വകുപ്പ് ഞങ്ങൾക്ക് വേണ്ട. എന്താണ് ലീഗ് നോർക്ക വകുപ്പ് ആവശ്യപ്പെടാത്തത്? ഈ നാട്ടിലെ പ്രവാസികളോട് മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു ചെറിയ ഉത്തരവാദിത്തമെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവരാ വകുപ്പ് ചോദിച്ചു വാങ്ങുമായിരുന്നില്ലേ? കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഒന്നും പ്രവാസികൾക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല എന്നുള്ളതിന്റെ അടയാളമാണത്. ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മുസ്ലിം ലീഗല്ലേ. ഏറ്റവും അധികം പ്രവാസികളെ ചൂഷണം ചെയ്തിട്ടുള്ളവരാരാണ്? മുസ്ലിം ലീഗല്ലേ. ഏറ്റവും കുറവ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരും മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ്. പ്രവാസത്തിന് പുതിയ ജാലകങ്ങൾ തുറക്കുകയാണ്. പ്രവാസത്തിന്റെ ഘട്ടം മാറുമ്പോൾ അതിന്റെ സ്വഭാവവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ചിന്താഗതികളിൽ, വീക്ഷണങ്ങളിൽ ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാസികളാണ് ഈ നാടിന്റെ കണ്ണു തുറപ്പിച്ചത്. യാഥാസ്ഥികത്വത്തിന്റെ പുറന്തോട് പൊട്ടിച്ചെറിഞ്ഞത് അവരാണ്. ഈ അടുത്ത് ഒരു മുസ്ലിയരാണ് അദ്ദേഹത്തിന്റെ പെൺകുട്ടിയെ പൈലറ്റ് ആകാൻ വേണ്ടി വിട്ട്, പൈലറ്റ് ആയതിനു ശേഷം ആ മുസ്ലിയരുടെ കൂടെ മകള് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. Can we imagine before 40 years back? നമുക്ക് അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? 40 കൊല്ലം മുമ്പ്, 45 കൊല്ലം മുമ്പ് ഒരു മുസ്ലിയർ തന്റെ പെൺകുട്ടിയെ അവളുടെ ഇഷ്ടപ്രകാരം എന്തിനു പറഞ്ഞയച്ചു? പൈലറ്റ് കോഴ്സ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവൾ പൈലറ്റായിട്ട് വന്നു. അതൊക്കെ
പ്രവാസികളുടെ പ്രവാസത്തിന്റെ പ്രതിഫലനമായി നമ്മളുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഗുണപരമായിട്ടുള്ള മാറ്റമാണ്. എത്രയെത്ര ചിന്താഗതികൾ മാറി, എത്രയെത്ര ചിന്തകൾ ഇല്ലാതായി. പണ്ടൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ എന്തായിരുന്നു സമീപനം? അപ്പൊ മനസ്സിലായില്ലേ, അതൊന്നും മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന്. മതവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മാറില്ലല്ലോ. അന്ന് തെറ്റാണ് എന്ന് പറഞ്ഞത് ഇന്നും തെറ്റാകും, എന്നും തെറ്റാകും. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഉണ്ടായത്. അതിനെയാണ് നമ്മൾ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരും. അതാണ് നമ്മൾ കണ്ടത്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പെൺകുട്ടികൾ പോകുന്ന കാര്യത്തിലായാലും, പ്രവാസികളുടെ മക്കൾ വിവിധ മേഖലകളിൽ പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാം അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.